സൗമ്യ സീരിയൽ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കേട്ടോ. പത്തനംതിട്ട സീരിയൽ ഇന്നത്തെ എപ്പിസോഡിൽ രേവതി അനാമികയെ അവിടെ ഇരിക്കുക. അപ്പൊ നമ്മുടെ നവ്യയാണെങ്കിൽ നടന്നിങ്ങനെ പോകുന്ന സമയത്ത് രേവതി പറയുന്നുണ്ട്, ആ എല്ലാം ചെയ്തു വെച്ചിട്ട് അവൾ എവിടെയോ തെണ്ടി തിരിഞ്ഞിട്ട് വന്ന് നിൽക്കുക. അപ്പം ഇത് കേൾക്കുമ്പോൾ അത് നവ്യ പറയുന്നുണ്ട്, നിങ്ങൾക്കൊക്കെ എന്താ വേണ്ടത്? എന്നെ കാണുമ്പോഴൊക്കെ നിങ്ങൾ എന്തിനാ ഇങ്ങനെ കുത്തുവാക്കുകളൊക്കെ പറയുന്നത്? അപ്പൊ അനാമിക പറയുക, മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെ മുന്നിൽ നീ വലിയ ആളായി, പക്ഷേ നീയും നിന്റെ അനിയത്തിയും കൂടിയാ വലിയമ്മയെ കൊല്ലാൻ നോക്കിയത്. ആരെന്ത് പറഞ്ഞാലും അതാണ് സത്യം. അപ്പൊ നവ്യ പറയുന്നുണ്ട്, സത്യം അതാണ്, നീയും നിന്റെ അമ്മയും കൂടെ സ്ഥാപിക്കാൻ നോക്കണ്ട. അന്ന് പായസത്തില് എന്താണോ ചെയ്തത് അത് തന്നെയാ നീ ഇവരും കൂടെ ചെയ്തേക്കണത്. അപ്പൊ രേവതി തുള്ളിച്ചാടിക്കൊണ്ട്, അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. നവ്യ പറയുന്നുണ്ട്, പറഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് തല്ലുവാണെങ്കിൽ നിങ്ങളുടെ മോള് തന്നിപ്പുണ്ട്, ഇവിടെ പോലെ ഒരു അഹങ്കാരിയുടെ കവളത്ത് തല്ലണം, എന്റെ അടുത്ത് വേണ്ട. എന്നിട്ട് ഇതൊക്കെ കേൾക്കുമ്പോ ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് നവ്യ പറയുന്നുണ്ട്, സത്യം എന്താണെന്ന് ഞാൻ പറയാം. നയൻ എനിക്ക് തരാൻ വേണ്ടിയിട്ട് പാല് കാച്ചി വെച്ചു. ആ പാലിൽ നിങ്ങൾ വിഷം കലർത്തി എന്റെ വയറ്റിലുള്ള കുഞ്ഞു പോവാൻ, ഞാൻ മരിക്കാൻ. ഇത് കേട്ടിട്ട് മുത്തശ്ശനും മുത്തശ്ശി വരുക. അപ്പൊ മുത്തശ്ശൻ പറയുന്നുണ്ട്, തീർന്നില്ലേ ഇതുവരെ ബഹളം? അപ്പൊ അനാമിക പറയുന്നുണ്ട്, തീരത്തില്ല മുത്തശ്ശ, അങ്ങനെയൊന്നും തീരത്തില്ല. വലിയമ്മയെ കൊല്ലാൻ നോക്കിയതേ ഞങ്ങളാണെന്ന് പറഞ്ഞതിന് പിന്നാലെ ഇവളെ വയറ്റി കിടക്കുന്ന കുഞ്ഞിനെയും കൊല്ലാൻ നോക്കിയത് ഞങ്ങളാണെന്ന് പറയുക. മുതിർന്നവരെ അവളെ ഇവളെന്ന് വിളിക്കരുതെന്ന് ഞാൻ പറയട്ടില്ലേ എന്ന് ദേഷ്യത്തെ മുത്തശ്ശിയെ ചോദിക്കുന്നുണ്ട്. അപ്പൊ അനാമിക പറയുന്നുണ്ട്, വിളിക്കും, അങ്ങനെ തന്നെ വിളിക്കും. ഇത് കേൾക്കുമ്പോഴത്തേനും മുത്തശ്ശന് ദേഷ്യം വരുന്നുണ്ട്. അനാമിക പറയാ, അത്രയ്ക്ക് മോശമായിട്ടാ ഇവള് ഓരോന്ന് പറയുന്നത്. മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇത് ഈ കുട്ടിയുടെ കുഴപ്പമല്ല, അവളുടെ അച്ഛനമ്മമാരുടെ കുഴപ്പമോ. രേവതി പറയുന്നുണ്ട്, സാറേ ഇവള് അതുമാതിരിയാ ഓരോന്ന് പറയുന്നത്. അനാമിക പറയാ, ഇവളുടെ അനിയത്തിയും കൂടെ ചെയ്ത തെറ്റ് ഞങ്ങളുടെ തലയിൽ വെച്ച് കെട്ടാൻ നോക്കുക. ഇത് കേൾക്കുമ്പോ നമുക്ക് സഹിക്കാൻ പറ്റുമോ? അതുകൊണ്ട് ഇനി ഒരു നിമിഷം ഞാൻ ഇവിടെ നിൽക്കില്ല. അമ്മേ വാ, നമുക്ക് പോവാം. അമ്മ എന്ത് നോക്കി നിൽക്കുന്നേ? പോവാന്നല്ലേ പറയുന്നേ? രേവതി അനങ്ങാൻ നിൽപ്പുണ്ട്. എന്നെ പുറത്താക്കാൻ വേണ്ടിയിട്ട് ഇവളുമാര് പലതും ചെയ്തു. എന്റെ അച്ഛനെ പോലും വെറുതെ വിട്ടില്ല. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഇവിടെ കിടന്ന് ഓടുമായിരുന്നു. അതും പോരാഞ്ഞിട്ടാ ഇപ്പൊ ചെയ്യാത്ത കുറ്റം ഞങ്ങൾ ഏക്കണമെന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു സംസ്കാരത്തിൽ ജീവിക്കുന്ന ഒരു ചേച്ചി അനിയത്തിയുള്ള ഒരു വീട്ടിൽ താമസിക്കാൻ എനിക്കിനി പറ്റില്ല മുത്തശ്ശ എന്ന് പറഞ്ഞിട്ട്, വാ അമ്മ, വരാനല്ലേ പറഞ്ഞെന്ന് പറഞ്ഞ് ഒറ്റ പോക്ക് പോവാട്ടോ. മുത്തശ്ശി പറയുന്നുണ്ട്, പോവല്ലേ മോളെ. മുത്തശ്ശൻ പറയുന്നുണ്ട്, വസുന്ധരെ വേണ്ട, ഈ വീട്ടിനകത്ത് ശ്വാസം മുട്ടൽ ഉണ്ടാവുകയാണെങ്കിൽ സമാധാനം കിട്ടുന്നിടത്ത് പോകുന്നതാ നല്ലത്, അതിന് തടയരുത്. അനാമിക നടന്നു പോകുമ്പോഴത്തേന് രേവതി അനാമികയോട് പറയുന്നുണ്ട്, ആ കളവന് ഷോക്കായെന്നാ തോന്നുന്നത്. അനാമിക പറയുന്നുണ്ട്, എന്നിട്ട് അയാൾ പോകരുതെന്ന് പറഞ്ഞില്ലല്ലോ, ഇനിയിപ്പൊ ഷോക്കായെങ്കിലേ അയാൾ മരിക്കട്ടെ. അവളമാർക്ക് സകല തോന്നിയാസത്തിന് അനുമതി കൊടുക്കുന്നത് എന്നിങ്ങനെ പറഞ്ഞിട്ട് രണ്ടു കൂടെ പോവുക. എന്നിട്ട് നമ്മുടെ നവ്യാണെങ്കിൽ മുത്തശ്ശനോട് പറയുന്നുണ്ട്, എന്റെ വയറ്റിലൊരു കുഞ്ഞുണ്ട്, ആ നേരത്ത് എനിക്ക് ഒരു സമാധാനം കിട്ടുന്നില്ല. പക്ഷെ അവളെ പോലെ എനിക്ക് എന്റെ വീട്ടിലേക്ക് കയറി ചെല്ലാൻ പറ്റില്ലല്ലോ. അങ്ങനെ കയറി ചെന്നാൽ എന്റെ വീട്ടിലുള്ളവര് ഇനി ഇറക്കി വിടത്തൊന്നുമില്ല. പക്ഷെ എന്റെ അച്ഛന്റെ അമ്മയുടെ അവസ്ഥ അത്ര മോശമാണ്. എന്നാൽ അനാമിക പോലോട്ട് കാശുകാരിക്ക് എപ്പോ വേണമെങ്കിൽ അവൾക്ക് അവളുടെ വീട്ടിലേക്ക് പോവാം. അതുകൊണ്ട് അവൾ ഈ അഹങ്കാരം കാണിക്കുന്നത്. അപ്പൊ മുത്തശ്ശൻ പറയുക, അഹങ്കാരം കാണിക്കേണ്ട ലൈസൻസ് അല്ല സമ്പത്ത്, എല്ലാം ഇന്നല്ലെങ്കിൽ നാളെ നശിക്കും. ആ ബോധത്തോടെ ജീവിച്ചില്ലെങ്കിൽ നാളെ സംഭവിക്കേണ്ട നാശം ഇന്നേ സംഭവിക്കും എന്ന് മുത്തശ്ശൻ പറയുക. നവ്യ ഇത് കേട്ടിട്ട് അങ്ങ് മേളിലോട്ട് അങ്ങ് പോവുക. മുത്തശ്ശി ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. അനാമികയും രേവതിയും വേണുവിന്റെ വീട്ടിലെത്തി കേട്ടോ. അതായത് അനാമികയുടെ വീട്ടില് വേണു ചോദിക്കുന്നുണ്ട്, രണ്ടാളിങ്ങി പോന്നോ? രേവതി ഇപ്പൊ പറയുന്നുണ്ട്, പോരാതിരിക്കാൻ പറ്റില്ലല്ലോ, എല്ലാം മൊത്തത്തിൽ കുളവായി. നമ്മൾ വിചാരിച്ച പോലെ ഒന്നും നടന്നില്ല. ആ പാല് കുടിച്ചത് രേവതി ചേച്ചി ആയി പോയില്ലേ? രേവണി ചോദിക്കുന്ന, എന്റെ പേരിൽ വഴക്കെന്തെങ്കിലും ഉണ്ടായോ? ഞങ്ങൾ എല്ലാരും കുറ്റപ്പെടുത്തുന്നത് നയനയാ, കാരണം അവളാണല്ലോ പാല് കാച്ചിയത്. നവ്യ കുറ്റപ്പെടുത്തുന്നത് എന്നെ ഇവളെയാ. അത് അവിടെ വലിയ വഴക്കായി, ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങി പോരുകയും ചെയ്തു. വേണു പറയുന്നുണ്ട്, അത് നന്നായി. ഈ സമയത്ത് വഴക്കുണ്ടാവുന്നതും വീട് വിട്ടിറങ്ങുന്നതും നല്ലതാണ്. അനന്തപുരിക്കാരെ അഭിമാനികളാ, അവര് ഒരിക്കലും
ഇത്തരം കാര്യങ്ങൾക്കൊന്നും കേസിന് പോവില്ല. അതെ, ഈ സംഭവം പുറത്തറിഞ്ഞാലുണ്ടല്ലോ സോഷ്യൽ മീഡിയ അതിട്ട് അലക്കും. അത് അനന്തപുരിക്കാർക്ക് നാണക്കേടാ. രേവതി പറയുന്നുണ്ട്, എങ്കിലും ദേവയാനി ചേച്ചി ആത്മഹത്യക്ക് ശ്രമിച്ചു എന്ന ഒരു കാരണം ഡോക്ടർ ചോദിച്ചു എന്ന് പറയുക എന്ന് വെച്ചാ അങ്ങനെയുള്ള കാള കൂടെ വിഷമല്ലേ അകത്ത് പോയിരിക്കുന്നെന്ന് വേണു പറയുക. അവരുടെ കിഡ്നിയും കരണ്ടും ഒക്കെ അടിച്ചു പോകാതിരുന്ന ഭാഗ്യം. അപ്പൊ അനമയോ പറയുന്നുണ്ട്, ആ വീട്ടില് ഏറ്റവും കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്തിരുന്ന വലിയമ്മായ, ആ വലിയമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ച എന്റെ പിടി കഴിഞ്ഞു പോവും. അപ്പൊ വേണു പറയുന്നുണ്ട്, ആ അങ്ങനെയൊന്നും സംഭവിക്കില്ല മോളെ, പിന്നെ കുറച്ചു നാള് ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വരും. പിന്നെ മറ്റവളായിരുന്നു ഈ കുടിച്ചിരുന്നെങ്കില് അവളുടെ കുഞ്ഞ് അപ്പോഴേ പോയേനെ, അവളും പിന്നെ എഴുന്നേക്കത്തില്ലായിരുന്നു. രേവതി അപ്പൊ പറയുന്നുണ്ട്, ഏതായാലും ആ പ്രതീക്ഷ തകർന്നു പോയില്ലേ. അവള് ഇപ്പോഴും നേർക്ക് നേർ നിന്നാ സംസാരിക്കുന്നത്. അവൾ എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ വേണേട്ടാ. അപ്പൊ വേണു പറയാ, ചെയ്യാം, പക്ഷെ ഇപ്പൊ ഒരു സംഭവം കഴിഞ്ഞല്ലേ ഉള്ളു, ഓരോന്ന് 2 മാസം കഴിഞ്ഞോട്ടെ. അപ്പൊ രേവതി പറയുന്നുണ്ട്, ആ അപ്പോ ചിലപ്പോൾ അവൾ അവളുടെ വീട്ടിലേക്ക് വിളിച്ചോണ്ട് പോവാം പ്രസവത്തിനായിട്ട്. അപ്പൊ അനാമിക പറയുന്നുണ്ട്, അവളുടെ വയറ്റിലെ കുഞ്ഞിന് ജനിച്ചാലുണ്ടല്ലോ അതും ആ വീട്ടിലെ തറവാടിന്റെ ഒരു അവകാശിയാ. അപ്പൊ വേണു പറയുന്നുണ്ട്, മോളെ നിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഭാവിക്ക് വേണ്ടിയിട്ട് അച്ഛൻ ഇതൊക്കെ ചെയ്യുന്നത് എന്ന് വെച്ച് പിടുത്തം വീണാലുണ്ടല്ലോ ഒന്നും കിട്ടത്തില്ല. ഇങ്ങനെയുള്ള ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്താലുണ്ടല്ലോ കല്യാണം കഴിഞ്ഞതാ താലിയുണ്ടോ എന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ഒരു കോടതിയും നമുക്ക് നീതി തരത്തില്ല. കാലണയില്ലാതെ മോക്ക് അവിടെ നിന്ന് ഇറങ്ങേണ്ടി വരും. അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാലേ ഇപ്പോഴത്തെ സാഹചര്യത്തില് നമ്മള് പെട്ടുപോകും മോളെ. രേവതി അപ്പൊ പറയുന്നുണ്ട്, അത് മാത്രമാണോ, മാലയുടെ കാര്യത്തില് ഒരു അന്വേഷണം വന്നാൽ നമ്മൾ അകത്ത് പോവില്ലേ? വേണു അപ്പൊ പറയുന്നുണ്ട്, അത് പിന്നെ ഉറപ്പല്ലേ. എന്നിട്ട് വേണു പറയുക, ദേ നിന്റെ ഈ പകുതി സ്വർണം എനിക്ക് തരേണ്ടി വരും, എങ്കിലേ ആ പലിശക്കാരനെ പറഞ്ഞു നിർത്താൻ പറ്റുള്ളൂ. അയാൾ ഒരു 2 മാസം സാവകാശം തന്നിട്ടുള്ളൂ. അപ്പൊ അനമയും പറയുന്നുണ്ട്, അതിനുള്ള പണം ഞാൻ അവിടെ തന്നെ ഉണ്ടായിക്കോളാം, അച്ഛൻ വെറുതെ എന്റെ സ്വർണത്തിൽ കണ്ണു വെക്കണ്ട. അപ്പൊ വേണു പറയുന്നുണ്ട്, മക്കളെ ഇങ്ങനെ നന്ദികേട് കാണിക്കരുതേ, വാക്ക് പാലിക്കാതിരിക്കരുത്. ഒരു ഗതി ഇല്ലാതായ മോളച്ഛനെ സഹായിച്ചേ പറ്റുള്ളൂ. അനാമിക പറയുന്നുണ്ട്, സഹായിക്കാം എന്നാണ് അനാമികത്തേക്ക് പോകുന്നുണ്ട്. വേണു രേവതിയോട് പറയുന്നുണ്ട്, കല്യാണം കഴിഞ്ഞപ്പോൾ നമ്മളുടെ മോളുടെ സ്വഭാവം ആകെ മാറിപ്പോയി. അപ്പൊ രേവതി പറയാ, അത് പിന്നെ പെൺകുട്ടികൾ അങ്ങനെയല്ലേ, കിട്ടിയ സ്വർണം ആരെങ്കിലും തിരിച്ചു കൊടുക്കുവോ? പിന്നെ അനുനയത്തിൽ നമുക്ക് വായിച്ചെടുക്കാം. നമ്മള് വലിയ കടത്തിലാണെന്ന് മറ്റുള്ളവർ അറിഞ്ഞാൽ അവക്ക് മനക്കേടാവില്ലേ, അതുകൊണ്ട് അവള് തരും, നിങ്ങളെ വിഷമിക്കാതെ. അപ്പൊ വേണു പറയുന്നുണ്ട്, ഏതായാലും നമ്മള് കൊടുത്ത വിഷമാ ഇപ്പം ദേവേനയുടെ ഉള്ളിൽ കിടക്കുന്നത്. ഇടയ്ക്ക് അവരെ ഒന്ന് പോയി നോക്കണം, കണ്ടിട്ട് സാഹചര്യമൊക്കെ തണുപ്പിക്കാനും അവിടെ ഉള്ളവരെ ഒന്ന് ചൂട് പിടിപ്പിക്കാനും നോക്കണം എന്നിങ്ങനെ വേണു പറയുന്നുണ്ട്. നയനാണെങ്കിൽ ഹോസ്പിറ്റലിൽ പോയിട്ട് ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുക. അനിയ അവിടെ ഉണ്ട് കേട്ടോ. അനി നയനോട് പറയുന്നുണ്ട്, മുമ്പൊക്കെ പുറത്തു പോയി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് വീട്ടിലെത്താനായിരുന്നു ആഗ്രഹം. MBA പഠിച്ചത് കോയമ്പത്തൂരാ. അവർ ദിവസം കാത്തിരിക്കും കിട്ടാനായിട്ട്, ഒന്ന് വീട്ടിലെത്താനായിട്ട്. എന്നാൽ ഇന്ന് ആ വീട്ടിൽ ഇരിക്കാൻ പോലും തോന്നുന്നില്ല, അത്രയ്ക്ക് പ്രശ്നങ്ങളാ. അനാമിക വന്നതോടെ സമാധാനം പോയി. അപ്പൊ നയന പറയുന്നുണ്ട്, അനന്തപുരി തറവാട്ടിലെ മരുമക്കളെല്ലാം പ്രശ്നക്കാരാണല്ലേ. അപ്പൊ അനി പറയുന്നുണ്ട്, അങ്ങനെ പറയരുത്, ഏട്ടത്തെ പോലെ ആയിരുന്നു മറ്റു രണ്ടുപേരായിരുന്നെങ്കിൽ ഒരു കുഴപ്പം ഉണ്ടാവില്ലായിരുന്നു. നവ്യേട്ടത്തിക്ക് ഇപ്പോ പറയത്തക്ക പ്രശ്നങ്ങളൊന്നുമില്ല, അനാമികയാ അപകടകാരി. അവളുടെ അമ്മ എന്തിനാണോ അവിടെ വന്ന് നിൽക്കുന്നത്, മകൾക്ക് സുരക്ഷിതത്വം ഇല്ലെന്നാ പറച്ചില്. പക്ഷെ അമ്മയും മോള് വന്നതോടെ ആരുടെ കാര്യം അവിടെ സുരക്ഷിതമല്ല. ഇങ്ങനെ പറഞ്ഞിരിക്കുമ്പോ ആദർശ് വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അനി ചോദിക്കുന്നുണ്ട്, എന്തായിട്ടാ? ആദർശ് പറയുന്നുണ്ട്, ബ്ലഡ് മുഴുവൻ മാറ്റണമെന്നാ പറഞ്ഞേക്കുന്നത്. ആദർശ് പറയുന്നുണ്ട്, ആരാ ഈ ചതി ചെയ്യുന്ന അറിയത്തില്ല, മാരകമായ വിഷം ഉള്ളിൽ ചെന്നേക്കുന്നത്, അത് ഉള്ളിൽ ചെന്ന് അങ്ങനെ മരിക്കത്തില്ല, കുറെ ദിവസം മരിച്ചതുപോലെ ഒരു അവസ്ഥയിലായിരിക്കും. അപ്പൊ നയന പറയുന്നുണ്ട്, ഞാൻ കാച്ചി വെച്ച പാല് അമ്മ കുടിച്ചത്, അതായത് ചേച്ചിക്ക് കൊടുക്കാൻ വെച്ചിരുന്ന പാല്, അത് ചേച്ചി കുടിച്ചിരുന്നെങ്കിൽ കുഞ്ഞിന് എന്തെങ്കിലും പറ്റിയേനെ, ചേച്ചിയുടെ അവസ്ഥയും ദയനീയമായേനെ. അപ്പൊ അനി ചോദിക്കുന്നുണ്ട്, പാലിൽ നിന്നാണോ വിഷം ഉള്ളിൽ ചെന്നേക്കുന്നത്? ആദർശ് പറയുന്നുണ്ട്, ആണെന്നാ ഡോക്ടർ പറയുന്നേ. അപ്പൊ അനി പറയുന്നുണ്ട്, എന്തൊക്കെ ഈ വീട്ടിനകത്ത് നടക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല ഏട്ടാ. ആദർശ് അപ്പോ അനിയോട് പറയുന്നുണ്ട്, എടാ നീ വീട്ടിലേക്ക് ചെല്ലേ, മുത്തശ്ശൻ എന്നെ കാണണമെന്ന് പറഞ്ഞേക്കുക. അനി അപ്പൊ പറയുന്നുണ്ട്, ഞാനിപ്പോ അവിടെ നിന്ന് ഇപ്പൊ വന്നതല്ലേ ഉള്ളൂ, കാര്യം എന്താണെന്ന് പറഞ്ഞില്ലേ ചേട്ടാ? ആദർശ് പറയുന്നുണ്ട്,
കാര്യം എന്താണെന്ന് പറഞ്ഞില്ല. നിന്നെ പെട്ടെന്ന് അങ്ങോട്ട് വിടാനാ മുത്തശ്ശൻ പറഞ്ഞ്. നയന ഇപ്പൊ ആദർശിനോട് ചോദിക്കുന്നുണ്ട്, ഇതിന്റെ പേരിൽ ഇനി വീട്ടിൽ എന്തെങ്കിലും വഴക്കുണ്ടാവോ? നീ അപ്പൊ പറയുന്നുണ്ട്, അവിടെ ഇരുന്നിട്ട് ഒരു സമാധാനം ഇല്ല ഏട്ടാ, കുറ്റപ്പെടുത്താൻ മാത്രമായിട്ട് ഒരു ഭാര്യ, ഒരു രക്ഷയില്ല, മടുത്തു. ഇനി വിളിപ്പിച്ചത് എന്തിനാണെന്ന് അറിയത്തില്ലല്ലോ, ഞാൻ പോയിട്ട് വരാന്ന് പറഞ്ഞിട്ട് പാവാനി അങ്ങ് പോവുക. അപ്പൊ ആദർശ് നയനോട് പറയുന്നുണ്ട്, അവനാകെ വിഷമത്തിലാ. അപ്പൊ നയന പറയുന്നുണ്ട്, ആദർശേട്ടൻ വരുന്നതിന് മുന്നേ വിഷമങ്ങൾ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ആദർശ് നയനോട് പറയുന്നുണ്ട്, ഇപ്പൊ എന്ത് പറഞ്ഞാലും ശരി, അവർ തമ്മിലുള്ള ബന്ധം പിരിയാതെ നോക്കിയേ പറ്റുള്ളൂ, എല്ലാം ശരിയാവുമായിരിക്കും അല്ലേ? അപ്പം നയന പറയുന്നുണ്ട്, നമുക്ക് പ്രാർത്ഥിക്കാം ആദർശേട്ടാ, നന്നായിട്ട് ദൈവങ്ങളെ വിളിക്കാം. മുത്തശ്ശനും മുത്തശ്ശി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ മുത്തശ്ശി പറയുന്നുണ്ട്, കൊച്ചുമക്കളുടെ കല്യാണം കഴിഞ്ഞതോടെ വീട്ടിലെ സ്വസ്ഥത പോയല്ലോ. മുത്തശ്ശൻ പറയുന്നുണ്ട്, അതിൽ കൊച്ചുമക്കൾക്കും അവരുടെ അമ്മമാർക്കും വ്യക്തമായ പങ്കുണ്ട്. ഈ വീട്ടിലേക്ക് കയറി വന്നതിൽ ഈ വീട്ടിന് യോജിച്ച മരുമകൾ നയനയാണ്. അവിടെ അവിടെ മരുമകൾ നന്നായപ്പോ അമ്മായിയമ്മ പ്രശ്നമായി. നവ്യ ഒന്ന് മെച്ചപ്പെട്ടിട്ടുണ്ടെങ്കിലും എനിക്ക് അവയ്ക്ക് ചേർന്ന പെണ്ണായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്നാൽ അനിയുടെ കാര്യത്തിൽ വിഷം വന്നു വിട്ടേക്കുന്നത് അവിടെ ഏറ്റവും വലിയ പിഴവ് പറ്റിയത് നയനയ്ക്കാണ്. ആദർശിനെ ഈ കാര്യത്തിൽ കുറ്റം പറയാൻ പറ്റത്തില്ല. കല്യാണത്തിന് തലേ ദിവസമല്ലേ സംഭവങ്ങളെല്ലാം അറിയുന്നത്. ഇപ്പൊ നമ്മൾക്കാൾ വേദനയായിരിക്കും ആദർശിന്, അനിയുടെ ജീവിതം ഇല്ലാണ്ടായതില്. മുത്തശ്ശി അപ്പൊ പറയുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒന്നും പറയണ്ടെന്ന്. മുത്തശ്ശനപ്പൊ പറയുന്നുണ്ട്, എന്ന് കരുതി പറയേണ്ട കാര്യങ്ങൾ തുറന്നു പറയാതെ ഉള്ളിൽ ഒതുക്കിയിരിക്കണോ? അങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് പല കുഴപ്പങ്ങൾക്കും കാരണമാകുന്നത്. സത്യം പറഞ്ഞ ഇങ്ങനെ ഒരു ശീലം എനിക്കില്ല. നല്ല നിലയിൽ മുന്നോട്ട് പോകുമ്പോൾ ചില ഗ്രഹങ്ങൾക്ക് മാറ്റം സംഭവിക്കും. ആ സമയത്ത് എത്ര നന്മയുള്ളവർക്കും അതിന്റെ പിടിയിൽ നിന്നും വിട്ടുപോകാൻ പറ്റത്തില്ല. ഇവിടെ ഒരാൾ ഹോസ്പിറ്റലായതിന്റെ വേദന, അതിന്റെ കൂടെയാണ് ഒരുത്തി ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയേക്കണത്. അഹങ്കാരം കൊണ്ട് പോയവളെ തടഞ്ഞു നിർത്തേണ്ട കാര്യം നമുക്കില്ല. മുത്തശ്ശി അപ്പൊ പറയുന്നുണ്ട്, എങ്കിലും അനിയോടൊന്ന് പോയി വിളിച്ചോണ്ട് വരാൻ പറയണം. മുത്തശ്ശൻ പറയുന്നുണ്ട്, നന്ദു ഈ വീട്ടിന്റെ മരുമകളായി വന്നിരുന്നെങ്കിൽ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് മുന്നോട്ട് പോയേനെ. ഇപ്പോ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അനി വന്നു കേട്ടോ. അനി ചോദിക്കുന്നുണ്ട്, എന്താ മുത്തശ്ശി അത്യാവശ്യമായിട്ട് വരാൻ പറഞ്ഞത്? മുത്തശ്ശി അപ്പൊ പറയുന്നുണ്ട്, വേറെ ഒന്നല്ല മോനെ, ദേവയാനി ഹോസ്പിറ്റലായതിനെ ചൊല്ലി നവ്യയും അനാമികയും അവരുടെ അമ്മയും ഒക്കെ ചേർന്ന് വഴക്കുണ്ടായി. അതിന്റെ പേരില് അനാമിക മോള് അമ്മയ്ക്കൊപ്പം പൊയ്ക്കളഞ്ഞു. അപ്പൊ അനി ചോദിക്കുന്നുണ്ട്, അതിനാണോ അത്യാവശ്യമായിട്ട് വരണോന്ന് പറഞ്ഞത്? അങ്ങനെ ഒരു പോക്ക് ഞാൻ പ്രതീക്ഷിച്ചതാ. ഇത് കേൾക്കും മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ഇങ്ങനെ ഇങ്ങനെ നോക്കി നിൽക്കുവാ ആനി പറയുന്നത് കേട്ടിട്ട്. അപ്പം അതിനിപ്പോ ഒരു കാരണം ഉണ്ടാക്കിയതേ ഉള്ളൂ എന്ന് ആനി പറയുന്നുണ്ട്. മുത്തശ്ശനപ്പൊ ചോദിക്കുന്നുണ്ട്, നീ എന്താ മോനെ അങ്ങനെ പറഞ്ഞത്? നിങ്ങൾക്കിടയിൽ പൊരുത്തക്കേട് എന്തെങ്കിലും ഉണ്ടോ? എന്താ മോനെ? മുത്തശ്ശിനെ ചോദിക്കുന്നുണ്ട്. അനി പറയുക, അല്ല, അവള് ഒറ്റ മോളായത് കൊണ്ട് അച്ഛനും അമ്മയും വളർത്തി വഷളാക്കിയതാ മുത്തശ്ശ. അതിന്റെ എല്ലാ കുഴപ്പവും അവരുടെ സ്വഭാവത്തിലുണ്ട്. അത് ഞാൻ കല്യാണത്തിന് മുന്നേ ഞാൻ മനസ്സിലാക്കിയതാ. മുത്തശ്ശ, ഈ വീടിന്റെ മരുമകളാനോ എന്റെ ഭാര്യയാവാനോ ഉള്ള പക്വതയൊന്നും അവക്കായിട്ടില്ല. പക്ഷെ എന്ത് ചെയ്യാനാ, ഈ കല്യാണം എന്ന് പറയുന്നത് വിധിയാണെന്നല്ലേ പറയുന്നത്. എന്റെ വിധി ഇതായി പോയി. മുത്തശ്ശൻ പറയുന്നുണ്ട്, പലരും ജീവിത പരാജയം ഉണ്ടാവുമ്പോൾ എന്നെ വന്ന് കാണാറുണ്ട്. പ്രത്യേകിച്ച് എന്റെ സ്റ്റാഫുകൾ അച്ഛനമ്മമാരെ സഹായിക്കുന്നത് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അവിടെ ഞാൻ എന്താ ചെയ്യണമെന്ന് നിനക്കറിയാലോ. അവരുടെ സാലറിയിൽ നിന്ന് പലിശ കട്ട് ചെയ്ത് അച്ഛനമ്മമാർക്ക് കൊടുക്കും. അവിടെ പ്രശ്നം തീരും. മക്കൾ അച്ഛനമ്മമാരെ നോക്കാത്തത് മഹാപാപമാണ്, തെറ്റാണ്. അങ്ങനെ ഓരോ കുടുംബത്തെയും ശുദ്ധീകരിക്കാൻ നോക്കുമ്പോൾ അങ്ങനെയുള്ള എന്റെ വീട്ടിലാണ് ഈ അനുഭവം വന്നേക്കുന്നത്. നമുക്കൊക്കെ ആരെ വേണമെങ്കിലും ഉപദേശിച്ച് നന്നാക്കാം. എന്നാൽ നമ്മുടെ കാര്യം വരുമ്പോഴാണ് നമ്മൾ ചുറ്റും പരതുന്നത് ഒരു പരിഹാരത്തിന് വേണ്ടിയിട്ട്. മുത്തശ്ശൻ എങ്ങനെയായിരുന്നു എന്ന് നിങ്ങൾക്ക് കൊച്ചുമക്കൾക്ക് നന്നായിട്ട് അറിയാം. നിങ്ങൾ നിങ്ങളുടെ അച്ഛനമ്മമാരെ പേടിച്ചിട്ടില്ല. എന്നാൽ മുത്തശ്ശന്റെ മൂന്നക്ഷരം കേട്ട ഈ വീട് നിശബ്ദമാവുമായിരുന്നു. നിങ്ങൾ ജനിച്ച പ്രായവും പക്വത എത്തിയ ശേഷവും നിങ്ങളുടെ അച്ഛനമ്മമാർ പോലും എന്റെ മുമ്പിൽ തലയുയർത്തി പിടിച്ചു നിന്നിട്ടില്ല. ആ സ്ഥാനത്ത് അന്യ വീട്ടിൽ നിന്ന് ചില കുട്ടികൾ വന്നപ്പോ കൊച്ചുമക്കൾ മാത്രമല്ല, അടങ്ങി ഒതുങ്ങിയ
അടങ്ങി ഒതുങ്ങി കഴിഞ്ഞ് അമ്മമാർ പോലും വാല് പൊക്കി തുടങ്ങി. അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ പോകുവാനുള്ള സമയമായെന്ന്. അപ്പൊ അനി പറയുന്നുണ്ട്, എന്താ മുത്തശ്ശി ഇങ്ങനെയൊക്കെ പറയുന്നത്? മുത്തശ്ശി പറയുന്നുണ്ട്, മോൻ പോയി എന്തെങ്കിലും പറഞ്ഞ് അവളെ സമാധാനിപ്പിച്ച് കൂട്ടിക്കൊണ്ട് വരണം. മുത്തശ്ശൻ പറയുന്നുണ്ട്, അതിന്റെ ആവശ്യമൊന്നുമില്ല. മോനല്ലല്ലോ അവൾ പോകാനുള്ള കാരണം. അവളുടെ അച്ഛനും അമ്മയൊക്കെ സംസാരിച്ചിട്ട് വരട്ടെ. മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, വന്നില്ലെങ്കിലോ? അപ്പൊ അനി പറയുന്നുണ്ട്, വന്നില്ലെങ്കിൽ അത്രയും സമാധാനം. അപ്പൊ മുത്തശ്ശി പറയുന്നുണ്ട്, അങ്ങനെ അറുത്ത് മുറിച്ചെന്നോ അങ്ങനെ പറയില്ലേ മോനെ. കല്യാണം കഴിഞ്ഞല്ലേ, നാരി പൂജ ചെയ്യണോന്നാ പറയുന്നേ. ഭാര്യയ്ക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. മുത്തശ്ശി അപ്പൊ പറയുന്നുണ്ട്, മുമ്പൊക്കെ അങ്ങനെ പറ്റുമായിരുന്നു, ഇപ്പൊ അങ്ങനെയൊന്നും പറ്റത്തില്ല. ഏതെങ്കിലും ഒരു ഭാഗത്ത് കണ്ടില്ലെന്ന് നടിച്ചേ പറ്റുള്ളൂ. മുത്തശ്ശനപ്പൊ പറയുന്നുണ്ട്, അങ്ങനെ ഒരു ചിന്ത എനിക്കില്ലാതില്ല. അതിന്റെ ഇടയ്ക്ക് ചോദിക്കേണ്ട കാര്യം ചോദിച്ചില്ല. ദേവേനിക്ക് എങ്ങനെയുണ്ട്? അനി പറയുന്നുണ്ട്, ഇപ്പൊ കുഴപ്പമില്ല. മുത്തശ്ശനപ്പൊ പറയുന്നുണ്ട്, അങ്ങനെ പറയാൻ പറഞ്ഞോ ആദർശ് ജയനൊക്കെ? മുത്തശ്ശൻ പറയുന്നുണ്ട്, ഞാൻ ഡോക്ടറെ വിളിച്ചിരുന്നു, കുറച്ച് സീരിയസ് ആണ്. എങ്ങനെയാണ് പാലിൽ വിഷം ചേർന്നത്? വീട്ടിനകത്ത് പോലീസിനെ കേട്ടിയ നാട്ടിൽ പാട്ടാവും. അതുകൊണ്ട് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. എന്നാൽ യഥാർത്ഥ പ്രതികളെ കണ്ടെത്തുകയും വേണം. വല്ലാത്തൊരു പ്രതിസന്ധിയായി പോയി. അപ്പൊ അനി പറയുന്നുണ്ട്, മുത്തശ്ശ ആരെങ്കിലും നയനേട്ടത്തെ പ്രതിയാക്കുവാണെങ്കിൽ അത് സമ്മതിച്ചു കൊടുക്കരുത്. ഏട്ടത്തി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ഇപ്പോൾ പടിയിറങ്ങിപ്പോയോളോ അവരുടെ അമ്മയോ അല്ലെങ്കിൽ നമ്മുടെ അപ്പച്ചിയോ അബിയോ, അവർക്ക് മാത്രമേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അവർക്കൊക്കെ കൂട്ടായിട്ട് ഒരാൾ കൂടെ ഉണ്ടല്ലോ, എന്റെ അമ്മ. ഇങ്ങനെ പറഞ്ഞിട്ട് ആനി അങ്ങ് പോവാ. ഡോക്ടറിന്റെ അടുത്താണെങ്കിൽ ആദർശ് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ ഡോക്ടർ വരാൻ പറഞ്ഞത്? ഇരിക്കുന്നു പറയോ ഡോക്ടർ? ഡോക്ടർ പറയുന്നുണ്ട്, ആകെ കൊഴിഞ്ഞിരിക്കുവല്ലോ, വളരെ റെയർ ആയിട്ടുള്ള ബ്ലഡ് ഗ്രൂപ്പാ. ഇപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിയപ്പോൾ AB നെഗറ്റീവ് ആണ്. എത്രയും പെട്ടെന്ന് ആ ഗ്രൂപ്പിൽപ്പെട്ട ആരെങ്കിലും സംഘടിപ്പിച്ചേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ആകെ പ്രശ്നമാവും. ഇപ്പം ബ്ലഡ് ബാങ്കിൽ സ്റ്റോക്ക് ഇല്ല. വേറെ ഏത് ഗ്രൂപ്പ് ആയിരുന്നെങ്കിൽ പ്രശ്നമില്ലായിരുന്നു. പക്ഷെ എന്നിട്ട് ഡോക്ടർ പറയുന്നുണ്ട്, ആദർശിന്റെ അച്ഛൻ ഇവിടെ ഇല്ലേ, അദ്ദേഹത്തെ പെട്ടെന്ന് അറിയിക്കണം. പിന്നെ ബന്ധുക്കളോടൊക്കെ ബ്ലഡിന്റെ കാര്യം ഒന്ന് സൂചിപ്പിക്കണം. ശരിയെന്ന് പറഞ്ഞിട്ട് ആദർശ് പോകുന്നുണ്ട്. അപ്പം ഇതാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ്. അപ്പൊ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.